ചത്തപ്പച്ച എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇതാ 2026 അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രകമ്പനം എന്ന് പറയുന്ന യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ആദ്യ 9 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് കണ്ട് കണ്ണു നിറന്ന സിനിമാ പ്രേമികളെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അടുത്ത കാലത്ത് പൊട്ടിച്ചിരിയോടെ സിനിമാരംഗം ഇരുകൈ നീട്ടി സ്വീകരിച്ച ചിത്രങ്ങളൊന്നാണ് പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ. കേരളത്തിലെ 90 തിയേറ്ററുകളിൽ ആദ്യ ഷോ പ്രദർശിപ്പിച്ചതിന് പിന്നാലെ എക്സ്ട്രാ ഷോകളുമായിട്ട് ചിത്രം കുതിച്ചു കയറി കൂടുതൽ തിയേറ്ററുകളിലോട്ട് ആഡ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടാണ്. യൂത്ത് തന്നെയാണ് ചിത്രത്തിന് ഏറ്റെടുക്കുന്നൊരു കാഴ്ച കണ്ട് ഹൊറർ കോമഡി പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിലും വൻ വിജയങ്ങൾ നേടുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. യുവതാരങ്ങളിൽ പ്രശസ്തരായിട്ട് മാറിയ ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, രാജേഷ് മാധവൻ, ശ്രീധർ ജോസഫ്, പ്രശാന്ത് അലക്സാണ്ടർ, കലാഭവൻ നവാസ്, അസീസ് നെടുമങ്ങാട് തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രമാക്കി വിജീഷ് പാണത്തൂരായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്ന്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ആദ്യ 9 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 16,80,00,000 രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയുള്ള ഒരു മുഴുനീള ഫാമിലി കോമഡി ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു വന്നത് തന്നെയാണ് ഇതിന്റെ തെളിവ്. എന്തൊക്കെയാലും ഇതിനോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും ഒരുപാട് ചിത്രങ്ങൾ 2026 തിയേറ്ററിലോട്ട് എത്തിയെങ്കിലും ചത്താപ്പച്ചയ്ക്കും പ്രകമ്പനത്തിനും മാത്രമാണ് അത്യാവശ്യം നല്ലൊരു ബുക്കിങ്ങും കളക്ഷനും സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഈ ഒരു വിജയം ആവർത്തിക്കാനും വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.